താഴെ പോയിട്ട് കാണിച്ചു തരാം. ഡണ്ട സ്ക്വയറിൽ ക്രിസ്മസ് ട്രീ വെച്ചു, ക്രിസ്മസ് അടുത്തു. നല്ല തിരക്കുണ്ട് കേട്ടോ. ഒന്ന് ബ്ലാക്ക് ഫ്രൈഡേ ഒക്കെ കഴിഞ്ഞതുകൊണ്ടായിരിക്കും നല്ല തിരക്കാണ്. നമ്മളിപ്പോൾ ഇവിടെ ഡണ്ടാസ് ഈത്തൻ സെൻറ്ററിൽ വെറുതെ വന്നതാണ് കേട്ടോ. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല തിരക്കാണ്. ബ്ലാക്ക് ഫ്രൈഡേ ഒക്കെ കഴിഞ്ഞതിൻ്റെ ആയിരിക്കും. പിന്നെ ഇവിടെ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്കിവിടെ സെഫോറയിലൊന്ന് പോകണം. എൻ്റെ ഒരു സെറം തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് മേടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകും. ഇന്ന് നമുക്ക് ക്രിസ്മസ് ട്രീ വീട്ടിൽ വെക്കണം കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായി വെക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്തോ എണ്ണുന്നുണ്ടല്ലോ. ഇത് ലൈറ്റ് അപ്പ് ചെയ്യണത് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഇവിടെ നിന്നത്. ഒരു അവിടെ പോയി അതാണ് 1 2 3 4 എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇത് കഴിയുമ്പോൾ ഇവിടെ ഫുൾ സ്നോ ഇടും കേട്ടോ. അപ്പോൾ മേളിക്കോടെ സ്നോ വരുന്നത് കാണാൻ പറ്റും. സ്നോ കുറച്ചുള്ളൂ തോന്നുന്നു, വീണോണ്ടിരിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു തുടക്കമായതുകൊണ്ടായിരിക്കും. നമ്മളവിടെ ക്രിസ്മസ് ട്രീയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ക്രിസ്മസ് ഇതെന്തെന്ന് പറയുക, ലൈറ്റ് ക്രിസ്മസ് ലൈറ്റൊക്കെ ചെയ്ത് അവിടെ പാട്ടൊക്കെ വെച്ച് സ്നോയൊക്കെ വീഴുന്ന പോലെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ലൈറ്റ് ഷോ അങ്ങനെ കണ്ടാണ്. 15 മിനിറ്റിൽ അരമണിക്കൂറോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ലൈറ്റപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കത് കാണാൻ പറ്റി. നമ്മൾ ഇന്നലെ ക്രിസ്മസ് ട്രീ വെക്കാൻ പോവാണ് കേട്ടോ. ഇന്നലെ വെക്കണം എന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പം ടൈം കിട്ടിയില്ല. അപ്പോൾ നമ്മളിതേ ക്രിസ്മസ് ട്രീ വെക്കാൻ പോവാണ്. നമ്മൾ ഇവിടെയാണ് ക്രിസ്മസ് ട്രീ വെക്കണത്. കഴിഞ്ഞ പ്രാവശ്യം വെച്ചെടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ക്രിസ്മസ് ട്രീ വെക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വെച്ചത് ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വർഷവും ഇവിടെ തന്നെയാണ് വെക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ വർഷം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഈ വർഷത്തെ ഒരുക്കാം.
ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പാർട്ടാണ് കേട്ടോ ഈ ട്രീനെ മൊത്തം നമ്മൾ വിടർത്തുക എന്നുള്ളത്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ നമുക്ക് ചെയ്തല്ലേ പറ്റൂ. പക്ഷെ ഇത് കണ്ടോ, ഇവിടെ ഭയങ്കര കൂടുതല്, പക്ഷെ ഇവിടെ കുറവ്. ഇങ്ങനെ വിടർത്തി വെക്കണം, ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം. ഇവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ. ഇത് നമ്മൾ എവിടെ വെച്ചിരുന്നേ? അപ്പൊ അതോ രണ്ടു അടി വെട്ടാൻ വെച്ചിരുന്ന നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്ന നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിലേക്ക്, ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സെയിം തീം തന്നെയാണ്, ഗോൾഡൻ. ഇവിടെ ഒരിക്കലും ബ്ലൂ ഒക്കെ ഉണ്ട്. ഞാൻ മിക്കവാറും ഈ പ്രാവശ്യം ബ്ലൂ ഇടത്തില്ല എന്നാണ് വിചാരിച്ചത്. നോക്കാം. കുറച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഇത്ര കൂടെ ഇനി ഇടാനുണ്ട്. ഇത് മൊത്തം ഇട്ടിട്ട് ലാസ്റ്റ് കാണിക്കാം. യെസ്, നമ്മൾ ഏകദേശം ഫിനിഷ് ചെയ്തു. ഇനി കുറച്ച് റിബൺസ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ നമുക്ക് നാളെ ഇവിടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് ഇതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ ചോദിക്കും, നല്ല ഭംഗിയില്. അതെ, നമ്മുടെ ക്രിസ്മസ് ട്രീ ഡേ നമ്മൾ ഇത്രയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പ്രാവശ്യം എല്ലാം ഒരു ഗോൾഡൻ കളർ മാത്രമാണ് വെച്ചിരിക്കുന്നത്. മേളിൽ നമ്മുടെ ആ സ്റ്റാർ ഒരു പല കളറായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീടൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ TV സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് നാളെ ചെയ്യാം. ഇന്നിപ്പോൾ ഈ ട്രീ തന്നെ ഫുൾ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ മടുത്തുപോയി. അപ്പോൾ ബാക്കി നമുക്ക് നാളെ ചെയ്യാം. ബായ്. ഹേ ഹലോ. അപ്പോൾ നമ്മളിത് ഇന്നലെ ഈ ക്രിസ്മസ് ട്രീ ഒരുക്കുന്ന വീഡിയോ ഒക്കെ വരെയാണ് എടുത്തു വെച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഫുൾ ചെയ്തപ്പോൾ തന്നെ മടുത്തുപോയി. അപ്പോൾ ബാക്കി ഡെക്കറേഷൻ പരിപാടികളൊന്നും വീട്ടിൽ ചെയ്യാനുള്ള ഒരു ടൈം ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തെയൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ വർഷം ഞാൻ ആഡ് ചെയ്യാൻ ആലോചിക്കുന്നത് കുറച്ച് ഗിഫ്റ്റ് ബോക്സസ് ഒക്കെ നമ്മുടെ ട്രീയുടെ അടിയിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ട്രീയിലോട്ട് കുറച്ച് ബോ ഒക്കെ വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് റിബൺ ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സോക്സ് ഒക്കെ. അപ്പം അത് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഒരു ടേബിൾ മാറ്റ് അതുണ്ട്, അതിടാം. ഒരു ടേബിൾ ക്ലോത്ത്. പിന്നെ നമ്മുടെ ഈ TV-യുടെ ഇവിടെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഇവിടെയായിട്ട് കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്ത പോലെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഇത് ഞാൻ ബോക്സസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് ഇവിടെ വെച്ചതാട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇവിടെയും സെറ്റാക്കാം.
അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ തിരിച്ചെടുത്തു. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ വർഷം ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റാപ്പിംഗ് പേപ്പർ വെച്ചിട്ട്, ഇപ്പോൾ തൽക്കാലം ഇവിടെ കുറച്ച് ആമസോൺ പെട്ടികളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ വെച്ചിട്ട് ഇത് വെച്ച് റാപ്പ് ചെയ്ത് നമുക്കൊരു ഗിഫ്റ്റ് ബോക്സിൻ്റെ അടിയിലോട്ട് സെറ്റ് ചെയ്യാം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പം ഒരെണ്ണം ജസ്റ്റ് റാപ്പ് ചെയ്ത് നോക്കിയിട്ടോ, അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല. എനിക്ക് അങ്ങനെ സെറ്റപ്പായിട്ട് റാപ്പ് ചെയ്യാനൊന്നും അറിയില്ല. പിന്നെ ഒരു രീതിയിൽ അങ്ങ് ചെയ്തു പോവുകയാണ്. ഗിഫ്റ്റ് ബോക്സ് റെഡി. ഇനി നമുക്ക് ബാക്കി രണ്ടെണ്ണം കൂടെ ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് ബോക്സസ് എല്ലാം നമ്മൾ സെറ്റാക്കി, ഒരു 4 സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രീയുടെ അടിയിലോട്ട് അത് വയ്ക്കാം. നമ്മുടെ ഗിഫ്റ്റ് ബോക്സസ് ഒക്കെ നമ്മളിത് ഇവിടെ ഇങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ ട്രീയുടെ അടിയിലൊരു രസം വെറുതെ ഇരിക്കണ കാണാൻ. ഞാൻ എൻ്റെ കുറച്ചും കൂടെ ബോക്സസ് ഒക്കെ തപ്പിയെടുത്ത് റാപ്പ് ചെയ്തു കേട്ടോ. അപ്പം ഈ 2 ബോക്സും കൂടെ എക്സ്ട്രാ വന്നു. അപ്പോൾ കുറച്ചും കൂടെ നിറഞ്ഞ് ഇരിക്കുന്ന ഒരു ഫീലുണ്ട്. സോ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു റിബൺ വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു ബോ സെറ്റാക്കി. പക്ഷെ അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല, പക്ഷെ കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഏരിയ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു തന്നെ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇങ്ങനെയാണ് വെച്ചിരുന്നത്. ഈ വർഷവും നമുക്ക് അങ്ങനെ തന്നെ വയ്ക്കാം. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഇതുപോലത്തെ സോക്സ് ഉണ്ട്. അപ്പം ഇതും കൂടെ കൂടിയിട്ട് നമുക്കിവിടെ സെറ്റാക്കാം. നമ്മളിത് ഇവിടെയും സെറ്റാക്കിട്ടോ, ഇതുപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയും ഡൺ. നമ്മളിനി ഈ TV സ്റ്റാൻഡ് ഇവിടെ ഡെക്കറേഷൻ ചെയ്യാൻ പോകട്ടോ. ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ പിടിച്ചെല്ലാം എടുത്തിട്ട് വന്നാണ്. എന്നിട്ട് ഇത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ ഹീറ്റിങ്ങിൻ്റെ അവിടെ ഇട്ടിരുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം അത് എടുത്ത് നമുക്ക് ടിവിയുടെ ഇവിടെ വെച്ചാലോ ആലോചിക്കാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മളിത് ഇവിടെ ഒരു ബോർഡ് മേരി ക്രിസ്മസ് ബോർഡ് വെച്ചു. ഇങ്ങനെ ഒരു സ്നോമാൻ, പിന്നെ ഇവിടെയും ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തു. ഇനി ഫൈനൽ ഇവിടെ ഒരു ലൈറ്റും കൂടെ ഇട്ടിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. എനിക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു സ്നോമാൻ്റെ ലൈറ്റാണ് കേട്ടോ ഇതിങ്ങനെ വെച്ചേക്കുന്നത് കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. ഇത് മൊത്തം ഇട്ടിട്ട് കാണാം.
ഇവിടെ എല്ലാം സെറ്റാക്കി. അടുത്തൊന്ന് കാണിച്ചു തരാം. ഇതൊരു ചെറിയ സ്നോമാനാണ് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ആ ലൈറ്റ് എല്ലാം ഇവിടെ വെച്ചു. അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ അവിടെയുള്ള റീത്ത് നമ്മൾ വെച്ചു. അപ്പം ഇനി ഫുൾ ഞാൻ ആ ഡെക്കറേറ്റ് ചെയ്തത് ഫുൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടിവിയുടെ അവിടെ ഡെക്കറേറ്റ് ചെയ്തത്. ചെറിയൊരു ഡെക്കറേഷനാണ് ചെയ്തത്. പിന്നെ നമ്മൾ ചെയ്തത് ഇവിടെയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ക്രിസ്മസ് ഹോം ഡെക്കറേഷൻ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.